ശബരിമലയിൽ ഭക്തജന തിരക്ക് വീണ്ടും കൂടുകയാണ്. 6 മണി വരെ ദർശനം നടത്തിയത് 20,000-ലധികം പേരാണ്. 4,562 സ്പോട്ട് ബുക്കിംഗ്. YS അഭിനന്ദ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭി, സന്നിധാനത്ത് തിരക്കേറി വരികയാണ്. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന തീർത്ഥാടകർ എത്രയാണ്? ഇവരുടെയൊക്കെ കൃത്യമായി തിരക്കില്ലാതെ ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ അത് നേരത്തെ ഉള്ള പോലെ തന്നെ തുടരുകയാണോ? കൂടുതൽ പോലീസുകാരെ ഒക്കെ വിന്യസിക്കേണ്ട സാഹചര്യമുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്tina. ശബരിമലയിൽ ഇന്നലെ ഒരു ഭക്തജന തിരക്ക് നേരിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ശബരിമല സന്നിധാനത്ത് ഇന്നലെ ശക്തമായ മഴയായിരുന്നു. രാവിലെ 10 മണി മുതൽ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടാകുന്നു, പിന്നീട് വലിയ മഴ ഉണ്ടാകുന്നു. അങ്ങനെ അത് തുടർച്ചയായി ഇടവിട്ട ഒരു മഴ സന്നിധാനത്തുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഒരു വലിയ തിരക്ക് ഇന്നലെ കുറവുണ്ടായിരുന്നു. ഞായറാഴ്ച പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തിരക്ക് ഉണ്ടായില്ല എന്നുള്ള പോലീസ് അടക്കം തന്നെ വിവരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരക്ക് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി വരെയുള്ള കണക്കുകൾ ലഭ്യമാക്കുമ്പോൾ 25,000-ലേക്ക് തീർത്ഥാടകരുടെ എണ്ണം എത്തുന്നു. 4,562 സ്പോട്ട് ബുക്കിങ്ങിലൂടെ തീർത്ഥാടകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങളും പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പ മുതൽ അഴുതക്കടവ് വരെയുള്ള കാനനപാതയിൽ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ തീർത്ഥാടകർ സഞ്ചരിക്കരുത് എന്നുള്ള ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പമ്പ നദിയിൽ കുളിക്കാനിറങ്ങുന്നതിലും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ നദികളിൽ തീർത്ഥാടകർ കുളിക്കരുത്, ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ എന്നതാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ പമ്പാ നദിയിലും കൂടുതൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു സുഗമമായ ഒരു തീർത്ഥാടന കാലയളവിൽ ഇന്നലെ ഒരു ശക്തമായ മഴയുടെ ഒരു ഇത് അനുഭവപ്പെട്ടിരുന്ന ഒരു പ്രതിസന്ധി തന്നെ ഉണ്ടായിരുന്നു. മലകയറ്റം അടക്കം ദുഷ്കരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതിനാൽ പ്രതീക്ഷ അത്ര ഒരു ഭക്തജനങ്ങൾ ഇന്നലെ എത്തിയില്ല എന്നുള്ളൊരു ആശങ്കയും ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വരുമാനത്തിനും ചെറിയൊരു കുറവ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച ആയപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ 4,562 പേർ എത്തിയതോടുകൂടി കൂടുതൽ ജനങ്ങളെ ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് ഇതുവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ ഒരു ചെറിയ വില്ലനായി മാറിയെന്നതിനുപരി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് ഇന്ന് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. പ്രജിൻ. ശരി അഭിനന്ദ്, എന്തായാലും സുഗമമായ ഒരു തീർത്ഥാടന കാലം അങ്ങനെ പൂർത്തിയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. YS അഭിനന്ദാണ് ശബരിമലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.